ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഷേക്കാട്ടോ. വളരെ ചൂടുള്ള സമയമാണ്. അപ്പോൾ നല്ലോണം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പല അസുഖങ്ങളും വരും. അപ്പോൾ വെള്ളത്തിന് വെള്ളമായും ചെയ്ത് നമുക്ക് വായിക്ക് നല്ല ടേസ്റ്റും ചെയ്യും ഇതുപോലത്തെ ഷേക്ക് ഉണ്ടാക്കി കുടിച്ചാൽ. അപ്പോൾ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കണം, അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ഇളനീനാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഇളനീൻ കുറച്ച് മൂത്തുകണേ. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല ഇളനീൻ എടുത്തു കിട്ടുക. അപ്പോൾ നല്ല ടേസ്റ്റ് കാരണം ഇതിനും ടേസ്റ്റിനും കുറവൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. ഇനി നമുക്ക് ഇളനീർ ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു വെറൈറ്റി ഇല്ലല്ലേ. അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കുവാണ്. ഒരു 4-5 ചിക്കുവിൻ്റെ തൊലിയും കൂരൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ആ പൾപ്പ് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മധുരമാണ്. അപ്പോൾ മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോളി. ഞാൻ ഇവിടെ 2 കയ്യിൽ മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇളനീൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇളനീൻ്റെ കാമ്പ് മാത്രമല്ല ആ വെള്ളം കൂടി ഇതേപോലെ ഒരു ഗ്ലാസ് ചേർത്തതിന് ശേഷം നമുക്ക് ആദ്യം നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് അതിന് ശേഷം നല്ല തണുത്ത 2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പാല് ഞാൻ ഇളനീൻ്റെ ഗ്ലാസിൻ്റെ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ നല്ലോണം അടിച്ചെടുത്താൽ നമ്മൾ അടിപൊളി ഷേക്ക് ഇവിടെ റെഡി ആയി കിട്ടോ. ഒരു ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് ഞാൻ കുറച്ച് കുടിച്ച് നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഈ ഡെക്കറേഷൻ ഇനി ഒരു ഫ്രൂട്ട്സും വെക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര ടേസ്റ്റ് തന്നെയാണെന്ന്. പിന്നെ എനിക്ക് തോന്നി ഒരു സ്ട്രോ വെക്കാം, അതൊരു ഭംഗിയല്ലേ. അപ്പോൾ സ്ട്രോയും കൂടി വെച്ചിട്ട് നമ്മൾ ഷേക്ക് അടിപൊളിയായി കേട്ടോ, കുടിക്കാനും കാണാനും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.